അപ്പോൾ നമ്മൾ ആദ്യം ഒരു കാര്യം പറയാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഉപകാരപ്പെടുക എന്ന് പറഞ്ഞാൽ LLB എൻട്രൻസ് എഴുതുന്നവർക്കും അതുപോലെ തന്നെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ക്ലാസ്സുകൾക്കും സ്റ്റുഡൻസിനും അതുപോലെ തന്നെ മറ്റ് PSC അതുപോലെ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകൾ എഴുതുന്നവർക്കൊക്കെ എന്താണ് ഈ ക്വസ്റ്റ്യൻസ് യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പം ഇതൊരു പരോപകാരം പോലെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതല്ല, അതൊരു ചെറിയ പരോപകാരം പോലെ ചെയ്യുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദാനം അറിവിൻ്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ കേട്ടോ. ഏറ്റവും വലിയ ദാനം അറിവിൻ്റെ ദാനമാണ്. അതുകൊണ്ട് നമുക്കറിയാവുന്ന ചെറിയ അറിവ് മറ്റൊരാൾക്ക് നൽകുക, ഒരു ചെറിയ നന്മ ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ദിവസവും വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ക്ലാസ്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇത് പഠിക്കുന്നതിന് കൂടുതൽ പ്രയോജനപ്രദമാണ്. നിങ്ങളൊരു ബുക്ക് പേന എടുത്ത് വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ബുക്കിലോ ഡയറിയിലോ എഴുതിയിട്ട് പിന്നീട് വായിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇത് ഒരുപാട് പ്രയോജനപ്രദമാണ് കേട്ടോ. നമ്മൾ ഏത് സാഹചര്യത്തെയും അതിജീവിക്കുവാൻ നമുക്ക് കഴിയണം. ഏത് സാഹചര്യത്തെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം കേട്ടോ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം എല്ലാവർക്കും ഇപ്പോൾ വലിയ വലിയ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും പോകാൻ കഴിയണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള സ്റ്റുഡൻസിന് പ്രയോജനപ്രദമാകട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം വീഡിയോ കാണുക, നിങ്ങളിത് കേട്ട് പഠിക്കുക, പരീക്ഷകൾക്ക് ഇത് പ്രയോജനപ്പെടുത്തുക കേട്ടോ. These questions are most useful to LLB entrance examination and civil service foundation, civil service examinations and other PSC or other competitive examinations. എല്ലാ പരീക്ഷകൾക്കും ഇതാണ് മോസ്റ്റ് യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പം ഞാൻ പറയുന്നൊരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുക. ഒരു ബുക്ക് വീഡിയോ എടുക്കുക, എന്നിട്ട് ഒരു ബുക്കും പേനയും എടുത്ത് വെക്കുക, എന്നിട്ട് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ബുക്കിലോട്ട് എഴുതുക. പിന്നെ ഒരു തവണ വായിക്കുക. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, നിങ്ങളുടെ മനസ്സിൽ പതിയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോയിൽ ISROയെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മൾ ISRO ചെയർമാൻമാരെ കുറിച്ച് പറയുകയാണ്. ISROയുടെ ആദ്യകാല ചെയർമാൻ ആരാണ്? ISROയുടെ ആദ്യകാല ചെയർമാൻ ആരാണെന്നറിയാമോ? ISROയുടെ ആദ്യകാല ചെയർമാൻ വിക്രം സാരാഭായി ആണ്. ഫസ്റ്റ് ചെയർമാൻ ഓഫ് ISRO. ഫസ്റ്റ് ചെയർമാൻ ഓഫ് ISRO. ആൻസർ എന്താണ്? വിക്രം സാരാഭായി. അതുപോലെ തന്നെ വിക്രം സാരാഭായി മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതായത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച്. ആൻസർ വിക്രം സാരാഭായി. അതുപോലെ പറയുകയാണെങ്കിൽ ISROയുടെ ചെയർമാനാകുന്ന ആദ്യത്തെ മലയാളി ആരാണ്? MGK മേനോനാണ്. ISROയുടെ ചെയർമാനാകുന്ന ആദ്യത്തെ മലയാളി ആരാണ്? MGK മേനോനാണ്. ഫസ്റ്റ് മലയാളി ചെയർമാൻ ഓഫ് ISRO. ആൻസർ എന്താണ്? ആൻസർ MGK മേനോൻ. MGK മേനോൻ വാസ് ദ ഫസ്റ്റ് മലയാളി ചെയർമാൻ ഓഫ് ISRO. അതുപോലെ തന്നെ ISROയുടെ ചെയർമാനായിട്ട് ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വ്യക്തി ആരാണ്? പ്രൊഫസർ സതീഷ് ധവാനാണ്. ലോങ്സ്റ്റ് സർവിംഗ് ചെയർമാൻ ഓഫ് ISRO. ആൻസർ എന്താണ്? ആൻസർ പ്രൊഫസർ സതീഷ് ധവാൻ. വാസ് ദ ലോങ്സ്റ്റ് സർവിംഗ് ചെയർമാൻ ഓഫ് ISRO. അതുപോലെ പറയുകയാണെങ്കിൽ മംഗൾയാൻ വിക്ഷേപണ സമയത്തുള്ള ISRO ചെയർമാൻ ആരാണ്? മംഗൾയാൻ വിക്ഷേപണ സമയത്തുള്ള ISRO ചെയർമാൻ ഡോക്ടർ K രാധാകൃഷ്ണനാണ്. Dr. K Radhakrishnan was the chairman of ISRO during the period of launching Mangalyaan. Mangalyaan വിക്ഷേപണ സമയത്തുള്ള ISRO ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ K രാധാകൃഷ്ണൻ ആയിരുന്നു. അതുപോലെ തന്നെ ചന്ദ്രയാൻ ഫസ്റ്റ് വിക്ഷേപണ സമയത്തുള്ള ISRO ചെയർമാൻ ആരായിരുന്നു? ചന്ദ്രയാൻ ഫസ്റ്റ് വിക്ഷേപണ സമയത്തുള്ള ISRO ചെയർമാൻ G. മാധവൻ നായർ ആയിരുന്നു. G. മാധവൻ നായർ ആയിരുന്നു. G. Madhavan Nair was the chairman of ISRO during the period of launching Chandrayaan first. അതുപോലെ തന്നെ ചന്ദ്രയാൻ സെക്കൻഡ് വിക്ഷേപണ സമയത്തുള്ള ISRO ചെയർമാൻ ആരായിരുന്നു? K. ശിവനായിരുന്നു. പക്ഷേ ചന്ദ്രയാൻ സെക്കൻഡ് ദൗത്യം പരാജയപ്പെടുകയുണ്ടായി.
ചന്ദ്രയാൻ സെക്കൻഡ് വിക്ഷേപണ സമയത്തുള്ള ISRO ചെയർമാൻ ആരായിരുന്നു? കെ ശിവനായിരുന്നു. കെ ശിവൻ വാസ് ദ ചെയർമാൻ ഓഫ് ISRO ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ലോഞ്ചിങ് ചന്ദ്രയാൻ സെക്കൻഡ്. അതുപോലെ തന്നെ ചന്ദ്രയാൻ തേർഡ് വിക്ഷേപണ സമയത്തുള്ള ISRO ചെയർമാൻ ആരായിരുന്നു? എസ് സോമനാഥ്. ആരായിരുന്നു? എസ് സോമനാഥ്. who was the chairman of ISRO during the period of launching ചന്ദ്രയാൻ തേർഡ് വിക്ഷേപണ സമയത്തുള്ള ISRO ചെയർമാൻ ആയിരുന്നു എസ് സോമനാഥ്. അദ്ദേഹം മലയാളിയായിരുന്നു. ISROയുടെ ചെയർമാനാകുന്ന 5ാമത്തെ മലയാളിയായിരുന്നു ആര്? എസ് സോമനാഥ്. 5th മലയാളി ചെയർമാൻ ഓഫ് ISRO. ആൻസർ എസ് സോമനാഥ്. അതുപോലെ പറയുകയാണെങ്കിൽ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? വി നാരായണനാണ് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. പ്രസന്റ് ചെയർമാൻ ഓഫ് ISRO. ആൻസർ എന്താണ്? വി നാരായണൻ ഈസ് ദ ചെയർമാൻ ഓഫ് ISRO. അതുപോലെ തന്നെ നമ്മൾ ISRO ചെയർമാന്മാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? വളരെ പ്രയോജനപ്രദമായ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർ വീഡിയോ കാണുക. ഞാൻ ഒരാളെ നിർബന്ധിക്കുകയല്ല, ഒരൊറ്റ ഒരാളെ പോലും നിർബന്ധിക്കുകയല്ല വീഡിയോ കാണാനായിട്ടൊന്നും. നിങ്ങളുടെ താല്പര്യമുള്ളവർ വീഡിയോ കാണുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകളാണ് കേട്ടോ. അതായത് നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ ബുക്കിലോ ഡയറിയിലോ ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഉപകാരപ്രദമാണ്. വീഡിയോ കണ്ടങ്ങ് വെക്കുക, ഞാൻ ചെയ്യുമ്പോൾ കണ്ടങ്ങ് പോകും കേട്ടോ. അങ്ങനെ നമുക്ക് അങ്ങനെയല്ല, പഠിക്കാനായിട്ട് ശ്രമിക്കുന്ന സ്റ്റുഡൻ്റാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വീഡിയോ എടുത്ത് വെക്കുക, ബുക്കിലോ ഡയറിയിലോ ഈ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കുക, പിന്നീട് എടുത്ത് വായിക്കുക. എന്താണ് ഇത് കൂടുതൽ ഉപകാരപ്രദമാണ്. ഒരാൾ പറഞ്ഞു തന്നത് കേട്ടിട്ട് അത് സ്വന്തം കൈപ്പടയിൽ ബുക്കിൽ എഴുതിയിട്ട് പിന്നീട് അത് വായിക്കുമ്പോൾ ആ സ്വായത്തമാകുന്ന അറിവ് നമ്മൾ അടുത്ത കാലത്തൊന്നും മറന്നു പോകില്ല എന്നുള്ളതാണ് കേട്ടോ. ഒരു സൈക്കോളജിക്കൽ ഫാക്റ്റാണ് കേട്ടോ. അതെന്തു ചെയ്യുക? നമ്മളെപ്പോഴും അറിഞ്ഞു വെക്കുക കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇത് പരോപകാരം പോലെ ചെയ്യുകയാണ് നമ്മൾ കേട്ടോ. ചെറിയ നന്മ ചെയ്യുകയാണ്, അത്രയും. കാരണം ഈ നമ്മളുടെ അറിവ് യൂട്യൂബ് എന്നോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എന്ന പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇപ്പോൾ നമുക്ക് ഓരോ സ്റ്റുഡൻറ്റിനെയും തേടിപ്പിടിച്ച് അവരിൽ എത്തിക്കുക എന്നുള്ളത് എന്താണ് പ്രയാസമേറിയ കാര്യമാണ്, നടക്കുന്നൊരു കാര്യവുമല്ല. അപ്പം ഇങ്ങനെയാകുമ്പോൾ ഇത് ഒരുപാട് ആളുകളിലേക്ക് എത്തി, ഒരുപാട് ആളുകൾ ഈ അറിവെത്തും. അവർക്ക് ചിലപ്പോൾ പ്രയോജനപ്രദമായേക്കാം കേട്ടോ. എനിക്കറിയാവുന്നൊരു കാര്യമാണ് കോച്ചിങ് ഫണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരെ കൊണ്ടും വലിയ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും പോയി പഠിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞുവെന്ന് വരില്ല. എല്ലാവരെ കൊണ്ട് നടക്കുന്ന കാര്യമാണോ? അല്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ചെറിയ കേട്ടോ കോച്ചിങ് എഴുതി ഞാൻ പറഞ്ഞത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണ്ടെന്നല്ല കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് എന്താണ് കൂടുതൽ ഉപകാരപ്രദമാകും. വീഡിയോ കാണുക. പഠിക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ബുക്കിലൂടെ എല്ലാം നോട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? വായിച്ചാൽ ഇത് കൂടുതൽ ഉപകാരപ്രദമാണ് കേട്ടോ. ഞാനിതിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വീഡിയോ ഇടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അറിവിൻ്റെ ദാനം ലോകത്ത് ഏറ്റവും വലിയ ദാനമാണ്. അതിനപ്പുറത്ത് മറ്റൊരു ദാനമില്ല, ഈ ഭൂമിയിലില്ല, ഈ പ്രപഞ്ചത്തിലില്ല കേട്ടോ. അപ്പം അങ്ങനെ ചെറിയ നന്മ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ അതെന്താണ്? അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്, ഞാൻ കരുതുന്നു കേട്ടോ. അല്ലാതെ എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിട്ടാണ് എനിക്ക് നൂറ്റമ്പൂട്ടം തിരക്കുവാടിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. നമ്മളോട് ആദ്യം പറയാം. അതിൻ്റെ കൂടെ ചെറിയ സമയം കണ്ടെത്തിയാണ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്, യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാനും നിങ്ങൾക്ക് പഠിക്കാനും വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പറയാൻ നിങ്ങൾ ഒരാൾക്കെങ്കിലും ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നെങ്കിലും ഉണ്ടാകട്ടെ.